സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴറി കുത്തുവാളയെടുത്ത് മലയാളം ഫിലിം ഇൻഡസ്ട്രി. മലയാള സിനിമാ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 1 മുതൽ സിനിമാ സമരം. ഷൂട്ടിംഗും സിനിമാ പ്രദർശനവും അടക്കം സിനിമയുടെ എല്ലാ മേഖലകളും നിർത്തിവെക്കാൻ സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗം തീരുമാനിച്ചു. GSTക്കൊപ്പമുള്ള വിനോദ നികുതി സംസ്ഥാന സർക്കാർ പിൻവലിക്കുക, താരങ്ങളുടെ വൻ പ്രതിഫലം കുറയ്ക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. താരങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച നിർമ്മാതാക്കൾ ജനുവരിയിൽ മാത്രം മലയാള സിനിമയുടെ തിയേറ്റർ നഷ്ടം 101 കോടിയെന്ന് വ്യക്തമാക്കി. നിർമ്മാണ ചെലവിന്റെ പകുതിയിലധികം ചെലവിടുന്നത് താരങ്ങളുടെ പ്രതിഫലം മാത്രം നൽകാനാണ്. നിർമ്മാതാക്കളെ അവഗണിച്ച് സ്വയം സിനിമ നിർമ്മിക്കുന്ന താരങ്ങളുടെ സിനിമ ഇനി പ്രദർശിപ്പിക്കില്ല. ആവശ്യമെങ്കിൽ താരങ്ങളുടെ പ്രതിഫല കണക്ക് പുറത്തുവിടുമെന്നും വാർത്താ സമ്മേളനത്തിൽ സംഘടനാ ഭാരവാഹികൾ വെല്ലുവിളിച്ചു. മലയാള സിനിമ വൻ പ്രതിസന്ധിയിലാണെന്ന് ചലച്ചിത്ര നിർമ്മാതാവ് G. സുരേഷ് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 176 ചിത്രങ്ങൾ കഴിഞ്ഞ വർഷം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. തിയേറ്ററിൽ റിലീസായ 28 ചിത്രങ്ങളിൽ നേട്ടമുണ്ടാക്കിയത് രേഖാചിത്രം മാത്രമാണ്. കണക്കുകൾ പുറത്തുവിട്ടാണ് നിർമ്മാതാക്കളുടെ വിശദീകരണം. സിനിമാ നിർമ്മാണ ചെലവിന്റെ 60% താരങ്ങൾക്കുൾപ്പെടെ പ്രതിഫലം നൽകാനാണ് ചെലവിടുന്നത്. ഒരു രീതിയിലും ഒരു നിർമ്മാതാവിന് സിനിമ എടുക്കാൻ സാധിക്കുന്നില്ല. താരങ്ങളുടെ പ്രതിഫലം മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അവർക്കൊന്നും ഒരു ആത്മാർത്ഥതയുമില്ല. സർക്കാരിന് മുന്നിൽ പ്രശ്നങ്ങൾ പല പ്രാവശ്യം ഉന്നയിച്ചിട്ടും പരിഹാരം ഉണ്ടായിട്ടില്ലെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് G. സുരേഷ് കുമാർ പറഞ്ഞു. സാങ്കേതിക പ്രവർത്തകരിൽ 60% പട്ടിണിയിലാണ്. സർക്കാർ ഒരു സഹായവും ചെയ്യുന്നില്ല. OTT കച്ചവടം നടക്കുന്നില്ല. OTT ആർക്കും വേണ്ട. സിനിമ നന്നായാൽ OTT ഒരു തുക പറയും, അതിൽ സിനിമ എടുക്കും. 6 മാസം കൊണ്ടും 10 മാസം കൊണ്ടുമാണ് അത് കിട്ടുന്നത്. ജൂൺ 1 മുതൽ പൂർണ്ണമായും സിനിമ നിർത്തുമെന്നുള്ളത് സംയുക്തമായ തീരുമാനമാണ്. നിർമ്മാണവും പ്രദർശനവും ഇല്ല. പുതിയ താരങ്ങളും സംവിധായകരും കോടികളാണ് ചോദിക്കുന്നത്. 30% നികുതി അടച്ച് ഏതെങ്കിലും വ്യവസായം മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നും ചോദിക്കുന്നു. 50 ദിവസം കൊണ്ട് തീർക്കേണ്ട സിനിമകൾ 180 ദിവസം വരെ പോകുന്നു. താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലത്തിന്റെ 10% പോലും തിയേറ്ററിൽ സിനിമകൾ നേടുന്നില്ല. നിർമ്മാതാവിന് 100 കോടി കിട്ടിയ ഒരു സിനിമ പോലും മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. സിനിമാ സമരം നടത്താനുള്ള തീരുമാനത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു G. സുരേഷ് കുമാർ. അഭിനേതാക്കൾ പ്രതിഫലം കുറച്ചില്ലെങ്കിൽ സിനിമ നിർമ്മാണം നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവുമെന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേരത്തെ തന്നെ സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയെ അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ പിന്നീട് ചർച്ചകളൊന്നും നടന്നിരുന്നില്ല. കോവിഡ് വ്യാപനത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധികളിൽ നിന്നെല്ലാം മലയാള സിനിമ കരകയറി വരുമ്പോഴാണ് സംസ്ഥാനത്ത് വീണ്ടും സിനിമാ സമരം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. 30 കോടി മുടക്കി നിർമ്മിച്ച ടൊവിനോ ചിത്രം തിയേറ്ററിൽ നിന്ന് നേടിയ ഷെയർ 3.50 കോടി മാത്രമാണെന്നും 17 കോടി മുടക്കിയ മമ്മൂട്ടി ചിത്രം നേടിയത് 4.50 കോടി മാത്രമാണെന്നും ഉൾപ്പെടെ ജനുവരി തിയേറ്റർ ഷെയർ ലിസ്റ്റും നിർമ്മാതാക്കൾ പുറത്തുവിട്ടു. ആവശ്യമെങ്കിൽ താരങ്ങളുടെ പ്രതിഫല കണക്കും പുറത്തുവിടുമെന്ന് അവർ പറഞ്ഞു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക, തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്, വിതരണക്കാരുടെ സംഘടന എന്നിവയുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ഫിലിം ചേംബറുമായി ഇക്കാര്യങ്ങൾ നേരത്തെ ചർച്ച ചെയ്ത് പിന്തുണ ഉറപ്പാക്കിയിരുന്നതായി ഭാരവാഹികൾ പറഞ്ഞു.